അപ്പോൾ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. ആദില ഒരു പൊടിക്ക് കൊഞ്ചം ഓവർ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. കാരണം അനീഷും ആദിലയും തമ്മിലുള്ള ഒരു പോരാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഇത് ഇപ്പോഴല്ല, ഒരുപാട് വട്ടമായിട്ടും അനീഷ് ഇങ്ങനെ ചെന്നിട്ട് ആദിലയോട് പാത്രം കഴുകാൻ പറയുമ്പോൾ ആദില ഒരുമാതിരി ഒരു മാനേഴ്സ് ഇല്ലാത്ത രീതിയിലാണ് അനീഷിനോട് പെരുമാറുന്നത്. അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ടാണ് ഈ അനീഷ് എന്ന് പറയുന്നത്. പക്ഷേ ആദില അപ്പോൾ ഭയങ്കര ബാഡായിട്ടുള്ള വേർഡ്സുകൾ, എനിക്കിപ്പോൾ സൗകര്യമില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വട്ടമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇന്നലെയും ആദിലയോട് പറഞ്ഞതാണ് പാത്രം കഴുകി വെക്കണം. എനിക്ക് തോന്നുന്നു ആദില കഴുകി വെച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിന്നിയും അനുമോളും ആദിലയും കൂടി ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അനീഷ് ചെന്ന് പറയുന്നു ആദില പോയി പാത്രം. ആദില എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന് പറയുന്നു. വീണ്ടും അനീഷ് പറയുന്നുണ്ട് പോയി പാത്രം കഴുകുമെന്ന് പറയുമ്പോൾ നിങ്ങളൊരുമാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കരുത് കേട്ടോ, പോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് കഴുകില്ല അല്ലേ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അനീഷ് പോയിട്ട് ആ പാത്രങ്ങൾ കഴുകാൻ ശ്രമിക്കുമ്പോൾ ഈ ആദില ആ ബെഡിൽ നിന്ന് എണീറ്റതിന് ശേഷം അനീഷിൻ്റെ ബെഡിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റും തലങ്ങണിയും എല്ലാം എടുത്ത് തറയിലേക്ക് വലിച്ചെറിയുവാണ് കേട്ടോ. അപ്പോൾ നൂറ് പുറകിൽ നടന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാതെ ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടി പോലെ എല്ലാം വാരി വലിച്ചെറിഞ്ഞിട്ട് കിച്ചണിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അനീഷ് എന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദില ചെന്നിട്ട് മാറാൻ പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു ഞാൻ കഴുകിക്കോളാം. അപ്പോൾ ആദില പറയുകയാണ് തന്നോടല്ലേ മാറാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അനീഷ് ഇവിടെ പാത്രം കഴുകാൻ പിടിച്ചു വെച്ചിരുന്ന ഒരു ബേസിനിലിരുന്ന വെള്ളം മൊത്തവും എടുത്ത് ചരിക്കുവാണ്. അപ്പോൾ ആ വെള്ളം തന്നെ അനീഷിൻ്റെ പുറത്തേക്ക് തെറിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്പൂണും ഗ്ലാസ്സും ഒക്കെ എടുത്ത് ഇതിലേക്ക് എറിയുന്നുണ്ട്. അപ്പോൾ ആ വെള്ളവും തെറിച്ച് വീഴുന്നുണ്ട്. അതിനുശേഷം ആദിലയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൂടി അനീഷിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കുടയുവാണ്. എന്തൊരു ബാഡായിട്ടുള്ളൊരു ബിഹേവാണ് കാണിക്കുന്നതെന്ന് അറിയോ. അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ടല്ലേ അയാൾ ചെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വന്നിട്ട് ഇവർ കുറച്ച് സപ്പോർട്ട്, അതിന് മുന്നേ വരെ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ലാലേട്ടൻ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ മുതലാണ് ആദില ഇത്രയ്ക്കും അങ്ങ് വൾഗറായിട്ട് അനീഷിനോട് പെരുമാറാൻ തുടങ്ങിയത്. എപ്പോഴും മണ്ട അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഒരു മാനേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ. ഇന്നലെ തന്നെ ആ ജ്യൂസിൻ്റെ ആ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ അവിടെ ചെന്ന് അത്രയും ഒരു മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിലൊരു പരിധിയില്ലേ, അതിൻ്റെ അപ്പുറമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ആദില എന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ നിൽക്കും നൂറയും കൂടി. അപ്പോൾ ഇന്നലെ ആ ഒരു പ്രശ്നം തുടങ്ങിയത് തന്നെ ആദില കാരണമാണ് ഉണ്ടായത്. എന്നിട്ട് ഇപ്പോൾ ചെയ്യാൻ പറയുന്ന ഡ്യൂട്ടിയും കറക്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ലക്ഷ്മി പറഞ്ഞ വാക്കുകളിൽ ഇപ്പോൾ സത്യമായിട്ട് വരുന്ന രൂപത്തിലാണ് ആദിലയുടെ ഒരു പ്രതികരണം. കാരണം ആ ഒരു സമയത്ത് എല്ലാവരും ഇവർക്ക് നല്ല പിന്തുണയാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അതുപോലെ ഇവർ നിന്നിരുന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഇനിയും ആളുകൾ ഫുൾ സപ്പോർട്ടായിട്ടും ഉണ്ടായേനെ. ഇപ്പോൾ ഇതിൽ ഇന്ന് ഈ പ്രൊമോയിൽ കാണിച്ചതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരുമ്പോൾ നല്ലത് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ആഴ്ച എങ്ങാനും ആദില എവിക്റ്റായി പോയി കഴിഞ്ഞാൽ നൂറ ഒരുപാട് ഒതുങ്ങും കേട്ടോ. മിക്കവാറും നൂറ അതിന് ശേഷമാവും നൂറ ഭയങ്കര പാവമായിട്ട് മാറാൻ പോകുന്നതെന്ന്. എന്തായാലും ലാലേട്ടൻ ശനിയാഴ്ച വരുമ്പോൾ പറയാനുള്ളതൊക്കെ ആദില ഒരുവിധം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ചെയ്തേക്കൂ.